കിളിമാനൂരിൽ അച്ഛനെയും മകനെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രധാന പ്രതി സുധീഷ് പിടിയിൽ. കൊല്ലം ചിതറയിൽ നിന്നാണ് പ്രതി പിടിയിലായത്. രാവിലെ മറ്റ് 3 പ്രതികളെയും ചിതറയിൽ നിന്ന് പിടികൂടിയിരുന്നു. ആഷിൻ ഡിയേഗോ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, വിവരങ്ങൾ. അശ്വതി, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട 3 പേരെ പോലീസ് പിടികൂടിയിരുന്നത്. കൊല്ലം ചിതറ ഭാഗത്തെ ഒരു വീട്ടിൽ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് അവിടെ പരിശോധന നടത്തുന്നത്. പരിശോധന നടത്തുന്ന സമയത്ത് ഈ കേസിലെ 3 പ്രതികൾ, അതായത് ആരോമൽ, അരുൺ, ലാൽകൃഷ്ണ എന്നിവരെ പോലീസ് രാവിലെയോടുകൂടി തന്നെ പിടികൂടിയിരുന്നു. പക്ഷേ പോലീസ് എത്തുന്നുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് നേരത്തെ ലഭിക്കുന്നു. അങ്ങനെ ആ വീട്ടിലുണ്ടായിരുന്ന പ്രധാന പ്രതി സുധീഷ് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ കൂട്ടുപ്രതികൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് പോലീസ് ഈ 3 പേരെയും പിടികൂടുന്നത്. പിന്നീട് ഇവരെ കേന്ദ്രീകരിച്ച് നടന്ന ചോദ്യം ചെയ്യലിനും സുധീഷിനു വേണ്ടി തിരച്ചിലും ഊർജിതമാക്കി പോലീസ് കാത്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള സുധീഷിനെ കൂടി പോലീസ് പിടികൂടിയിട്ടുള്ളത്. കൊല്ലം ചിത്ര ഭാഗത്ത് വെച്ച് തന്നെയാണ് ഈ സുധീഷിനെയും പോലീസ് പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം. ചിത്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ കിളിമാനൂർ പോലീസിന് ഉടൻ തന്നെ കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നത്. ഇതിനിടയിലാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തതും ഈ പെൺകുട്ടിയുടെ പിതാവിനെ മർദ്ദിക്കുകയും ചെയ്ത ഈ പ്രധാന പ്രതി സുധീഷിനെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവരെ എന്തായാലും വൈകിട്ടോടുകൂടി തന്നെ കിളിമാനൂർ പോലീസിൽ കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രുതി, ശരി. കിളിമാനൂരിലാണ് അച്ഛനെയും മകനെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ കേസിൽ പ്രധാന പ്രതി സുധീഷ് പിടിവിലായിരിക്കുന്നത്. ആഷിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.